ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയടാ. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. സമചതുരവും സമഭുജ ത്രികോണവുമാണ് പറഞ്ഞിരിക്കുന്നത്. സമചതുരം, സമഭുജ ത്രികോണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും എക്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3.5 മീറ്റർ. നോക്കി, ഇത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4x. 4x പ്ലസ് 1, 2, 3. 3x സമം 3.5 എന്നാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. 4, 3, 7x സമം 3.5. എക്സ് സമം 3.5 ഡിവൈഡഡ് ബൈ 7. ലഘൂകരിക്കുമ്പോൾ നമുക്ക് വരും 0.5 സെന്റിമീറ്റർ എന്ന് വരും. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം? കൂട്ടി നോക്കണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 0.5 കിട്ടണം. 0.5 0.5 കൂടെ കൂട്ടിയാൽ 1. 1.5. അടുത്തത് 2. ഇത് തന്നെ മാത്രം എത്ര വന്നു? 2 സെന്റിമീറ്റർ വന്നു. അടുത്തത് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരും? 1.5. അപ്പോൾ 3.5 തന്നെ വന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഇത് എപ്പോൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? ബാക്കി ചെക്ക് ചെയ്തുകൂടെ നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായാലും ഈസി. ഒരു സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.